കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് ലീവ് എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ട്രെയിനിലാണ് വീട്ടിലേക്ക് പോയത്. അങ്ങനെ സന്തോഷത്തോടെ രാവിലെ എഴുന്നേറ്റ് നേരെ പോയത് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. എളുപ്പ വഴിക്ക് വേണ്ടി റെയിൽവേ ട്രാക്കിലൂടെ നടന്നിട്ടാണ് ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. പ്ലാറ്റ്ഫോം നമ്പർ 3 ഞാൻ പോകുന്ന ട്രെയിൻ കിടന്നിരുന്നത്. ട്രാക്കിൽ കൂടെ നടന്നിട്ട് നേരെ പ്ലാറ്റ്ഫോമിൽ കയറിയപ്പോൾ ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ അത്രയും ദൂരം നടന്നു വന്നതിന്റെ ക്ഷീണം എന്റെ മുഖത്ത് നന്നായിട്ട് അറിയാനുണ്ടായിരുന്നു. ആകെ വിയർത്ത് കുളിച്ചാണ് ഞാൻ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറിയത്. ഭാഗ്യത്തിന് ട്രെയിനിന്റെ ഉള്ളിൽ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. കറക്റ്റ് 7:45 ആയപ്പോൾ തന്നെ ട്രെയിൻ എടുത്തു. വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. കുറച്ചു നേരം ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നെങ്കിലും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാനിരുന്ന സീറ്റിൽ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാഗ് കൊണ്ട് വെച്ചിട്ട് ഞാൻ അവിടെ കിടന്നു. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴത്തേന് കോട്ടയത്ത് എത്തിയായിരുന്നു ട്രെയിൻ. കോട്ടയം എത്തി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയത്ത് കൊടയൊക്കെ ചൂടി നടന്ന് ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. വന്നപ്പോൾ തന്നെ റാന്നിക്കുള്ള ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു. അങ്ങനെ ട്രെയിനിൽ നിന്ന് ബാക്കി വെച്ച ഉറക്കം ബസ്സിലിരുന്ന് ഉറങ്ങി. അങ്ങനെ എന്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ തന്നെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് നല്ല വെയിൽ. പിന്നെ കൊടയൊക്കെ ചൂടി ആ വെയിലത്തോടെ നടന്നു വന്നു. ഈ കാണുന്ന ആളോട്ടോ എന്റെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴി. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് കയറിയാൽ മതി. ഏതായാലും അതൊരു 1.5 കയറ്റമാണ്. അങ്ങനെ ആ കയറ്റമൊക്കെ കയറി ഞാൻ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലേക്ക് വരാനായിട്ട് ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം.